Good morning to all. Good morning, ma'am. Prayer. Dear Allah, we thank you for this new day. Bless our teachers who guide us, our patients who support us, and our friends who learn with us. Give us wisdom to understand, patience to listen, and strength to do our best with us thought out this class. Amen. Thank you. Okay. Sign. Good morning, ma'am, and good morning, everyone. We have Shruti ma'am with us today. Welcome, ma'am. We are excited to learn from you, and I welcome you all, my friends. Make this class productive. Thank you so much. Thought of the day. Mistakes are not failures, they are lessons in disguise. Means when you mess up, it's not the end. Every mistake teaches you something that helps you grow stronger and smarter. Thank you. Okay. So, how are you all? Fine, ma'am. Fine, ma'am. Fine, ma'am. Okay. മാം ഒരു കാര്യം പറഞ്ഞോട്ടെ So, പറയൂ. ഈ സെക്കൻഡ് ലീഡർ മാറ്റാൻ പറ്റുമോ ഇത് സെക്കൻഡ് ലീഡർ ഒന്ന് മാറ്റാൻ പറ്റുമോ സെക്കൻഡ് ലീഡറോ? നമുക്ക് ലീഡർ എന്ന കോൺസെപ്റ്റ് മാച്ച് ചെയ്യാലോ. എന്ത് പറയുന്നു? ഓക്കെ ആണോ? പറയൂ, ഒപ്പീനിയൻ പറയൂ. Yes, ma'am. ലീഡർ വേണ്ട അപ്പൊ. ഓക്കെ, എല്ലാവരോടും കൂടെ ആയിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ പറയുന്നു, അതും കൂടെ ചെയ്യുന്നു. ഓക്കെ ആണല്ലോ? ആ, ശ്രുതി ആൻഡ് സച്ചിൻ രണ്ടുപേരും ഓക്കെ പറഞ്ഞു. Yeah. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? പറയൂ സച്ചിന. ഇല്ല ആണോ? ഓക്കെയാണ്, കുഴപ്പമില്ല. ഓക്കെയാണ്. ശ്രുതി Yes, ma'am. ഓക്കെ ആണോ? Why I'm always okay, ma'am. Okay. ഓക്കെ, യാ. ക്ലാസ്സിലേക്ക് പോവാം നമുക്ക്. Yes, ma'am. ടെൻസ് ആയിരുന്നു അല്ലെ? ടെൻസ് സ്റ്റാർട്ട് ചെയ്തു. നമ്മള് സിമ്പിൾ പ്രസന്റ് ടെൻസ് പഠിച്ചു. ക്ലിയർ ആണോ? ഡൗട്ട്സ് ഉണ്ടോ? ഡിസ്കസ് ചെയ്തോ നിങ്ങള്? എന്താണ്, ആക്റ്റീവ് ആണോ നിങ്ങള്? അതെ. എന്താണ്, മൂഡ് ഓഫ് ആണല്ലോ കാലത്തെ, ആണോ? അല്ല അല്ല. No, ma'am. ഇല്ല, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പോഴും ചോദിക്കുകയാണ്, എല്ലാരും ഓക്കെ അല്ലേ? ഐ ഓക്കെ? Yes, ma'am. അപ്പോ സിമ്പിൾ പ്രസന്റ് നമ്മള് കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് മീൻസ് പറഞ്ഞു അല്ലേ? നമ്മള് സ്ട്രക്ചേഴ്സ് ഒക്കെ പഠിച്ചു, കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ എഴുതി. എങ്ങനെയുണ്ടായിരുന്നു? ടഫാണോ? കുഴപ്പമില്ല. ഓക്കെ. കുറച്ചൊരു എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞാലോ, നമുക്ക് എഴുതാം. Yes, ma'am. ഓക്കെ. മലയാളം പറയാം കേട്ടോ, ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഫസ്റ്റ്, അവൾ 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 ഒരു പിക്ചർ വരയ്ക്കുന്നു. അവൾ നോട്ട്ബുക്കിൽ ഒരു പിക്ചർ വരയ്ക്കുന്നു. അവൾ നോട്ട്ബുക്കിൽ ഒരു പിക്ചർ വരയ്ക്കുന്നു. നെക്സ്റ്റ് ചെയ്യൂട്ടോ. കിട്ടുന്നുണ്ടോ? അവൾ നോട്ട്ബുക്കിൽ ഒരു പിക്ചർ വരയ്ക്കുന്നു.
അവൾ നോട്ട്ബുക്കിൽ ഒരു പിക്ചർ, ഒരു പടം വരയ്ക്കുന്നു എന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. പടം വരയ്ക്കുന്നു. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. നമ്മുടെ പ്രപ്പോസിഷൻ വരുന്നുണ്ട്, ശ്രദ്ധിക്കാം. റേച്ചൽ റേച്ചു, റേച്ചൽ റേച്ചു എന്നെ ഫോളോ ചെയ്യുന്നുണ്ടല്ലേ? ഞാൻ ആലോചിച്ചു ഏത് ബാച്ചാണെന്ന് ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ മനസ്സിലായി എനിക്ക്. അപ്പോ she draws a picture in notebook. Okay, our notebook alata. She draws a picture in notebook. ഇനി അവൾ പേപ്പറിൽ പടം വരയ്ക്കുന്നു എന്നാണെങ്കിലോ, അവൾ പേപ്പറിൽ പടം വരയ്ക്കുന്നു. അവൾ പേപ്പറിൽ പടം വരയ്ക്കുന്നു. പേപ്പർ മീൻസ് ന്യൂസ് പേപ്പർ അല്ലാട്ടോ, നമ്മൾ നോർമലി പേപ്പർ ആണ് ഉദ്ദേശിച്ചത്. She draws a picture on a piece of paper. Piece of paper എന്നും പറയാം, paper എന്നും പറയാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. She draws a picture on a piece of paper. On ആണ് വരാം. പേപ്പർ ആകുമ്പോ ഓണും നോട്ട്ബുക്ക് ആകുമ്പോ ഉള്ളിലാണ്. അപ്പൊ ഇന്നാണ് വരാട്ടോ. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇപ്പൊ ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ക്ലിയർ ആണ്. സിംഗിൾ പ്രസന്റ് ടെൻസ് ഓക്കെ ആണല്ലോ എല്ലാവർക്കും? സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട് പ്ലസ് V1 ആണ്. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ സിംഗുലർ വേർബും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ പ്ലൂറൽ വേർബും ആണ് യൂസ് ചെയ്യുക. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണെന്ന് തോന്നുന്നു അല്ലെ? ഓക്കെ, then moving on the next tense, present continuous. Okay, take your notebook and write down the heading present continuous and write down the structure. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന് ബ്രാക്കറ്റില് അവിടെ മീനിങ് എഴുതി വെക്കാട്ടോ. ചെയ്യുകയാണ് എന്ന് എഴുതാം. പ്രസന്റ് കണ്ടിന്യൂസിന് ഹെഡിങ് കൊടുക്കുക, ബ്രാക്കറ്റില് ചെയ്യുകയാണ്. നമുക്ക് സിംഗിൾ പ്രസന്റ് ചെയ്യുന്നു എന്നാണെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ചെയ്യുകയാണ് എന്നാ വരാം. ചെയ്യുകയാണ്. Okay, and the structure is subject plus നമ്മുടെ present auxiliaries ആയ is, am, are. Next വരുന്നുണ്ട് subject plus is, am, are plus verb ing. Verbന്റെ കൂടെ ing വരും. Subject plus is, am, are plus verb ing. Present auxiliaries ആണ് കേട്ടത്. Present auxiliaries is, am, are. Okay, clear? കഴിഞ്ഞു? ഇത് കഴിഞ്ഞല്ലോ എല്ലാവരും? അപ്പോ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോ കഴിഞ്ഞെങ്കിൽ നിർത്താട്ടോ, ശ്രദ്ധിച്ചിരിക്കാനുണ്ട്. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോ നമുക്ക് ഇപ്പോ നടക്കുന്ന കാര്യങ്ങൾ, കറന്റ്ലി നടക്കുന്ന കാര്യങ്ങൾ പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെൻസ് ആണ് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഇപ്പോ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ പഠിക്കുകയാണ് അല്ലെ, ചെയ്യുകയാണ്. മിഷ, mute yourself please.
ഓക്കെ. അപ്പോ ഇപ്പോ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണ്, പോവുകയാണ് എന്നൊക്കെ പറയില്ലേ, ഇപ്പോ നടക്കുന്ന കാര്യമാണല്ലോ. അപ്പൊ കറന്റ് നടക്കുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെൻസ് ആണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഫോർ ആക്ഷൻ ഹാപ്പനിങ് നൗ ആൻഡ് അറൌണ്ട് നൗ. ഓക്കെ. നൗ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെയും നമുക്ക് പറയാം. അല്ലാതെ ടെമ്പററി ആക്ഷൻസ് പറയാൻ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് പറഞ്ഞു, പെർമനന്റ് അല്ലെ, പെർമനന്റ് സിറ്റുവേഷൻസും പെർമനന്റ് ആക്ഷൻസ് പറയാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോ പ്രസന്റ് കണ്ടിന്യൂസ് എന്താണ്, ഒരു ടെമ്പററി ആക്ഷൻസ് പറയാനും ഒക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് കേട്ടോ. അപ്പോ ഇപ്പോ നടക്കുന്ന കാര്യങ്ങളും ടെമ്പററി ആക്ഷൻസും പിന്നെ എന്താണ്, നടക്കാൻ പോകുന്ന കാര്യങ്ങളും പറയാൻ നമ്മള് പ്രസന്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. നോട്ട്ബുക്കിൽ ആരും എഴുതും കേട്ടോ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണേ. അപ്പൊ ഇപ്പോ നടക്കുന്ന കാര്യം നമുക്ക് പറയാം. ഇപ്പോ നടക്കുന്ന കാര്യങ്ങൾ എന്താ, ഞാൻ പഠിപ്പിക്കുകയാണ്, എക്സാമ്പിൾ ആണ് അല്ലെ, ഞാൻ പഠിപ്പിക്കുകയാണ്, അതൊക്കെ ഇപ്പൊ നടക്കുന്നതാണ്. അപ്പോ ഇനി സ്ട്രക്ചറിലോട്ട് വരാം. സബ്ജക്ട് പ്ലസ് ഈസ് ആൻഡ് ആർ പ്ലസ് വെർബ് ing. സബ്ജക്ട് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലെ. സോ അതില് നമുക്ക് ഐ ഉണ്ട് അല്ലെ, ഐ സബ്ജക്റ്റിനെ കൂടെ യൂസ് ചെയ്യുന്ന ഓക്സിലറി ഏതാണ്, ആം ആണ്. ഐയുടെ കൂടെ ആം എന്ന് പറയുന്ന ഓക്സിലറി ആണ്. ഓക്കെ. ആൻഡ് ഹി, ഷീ, ഇറ്റ്, എവരിബഡി, ഇതിനൊക്കെ കൂടെ നമ്മൾ ഏത് ഓക്സിലറി യൂസ് ചെയ്യാം, ഈസ് ആണ്. ആൻഡ് യു, വി, ദേയുടെ കൂടെ നമ്മള് auxiliary am is used with I, and auxiliary is used with he, she, everybody, and are used with you, we, they. Okay. Clear ആണ്. അപ്പൊ സബ്ജക്റ്റും ഓക്സിലറീസും ക്ലിയർ ആയി മനസ്സിലായി. ഇപ്പോ ചെയ്യുന്ന കാര്യം ഞാൻ പഠിപ്പിക്കുകയാണ്. എങ്ങനെ പറയാ, ഞാൻ പറയുമ്പോ ഐ എം ടീച്ചിങ് എന്ന് പറയും. ഐ എം ടീച്ചിങ്. നിങ്ങൾ എന്ത് ചെയ്യാ, Teacher is studying. Teaching. I am listening. Yeah, I am listening. നിങ്ങൾ കേൾക്കുകയാണ്, ഐ എം ലിസണിങ്. അപ്പൊ ഐയുടെ കൂടെ ആം യൂസ് ചെയ്തു, ആൻഡ് വേർബിന്റെ കൂടെ നമ്മൾ ing യൂസ് ചെയ്തു അല്ലെ, പാർട്ടിസിപ്പിൾ ആണ്, ing യൂസ് ചെയ്തു. ടീച്ചിങ്, റീഡിങ്, റൈറ്റിംഗ് എന്നൊക്കെ വരും. ഓക്കെ. അപ്പൊ ഐ എം ടീച്ചിങ് ആൻഡ് യു ആർ ലിസണിങ്, അങ്ങനെയാണ് വരാം. അപ്പൊ അവൾ പഠിക്കുകയാണ്, അവൾ പാട്ട് പാടുകയാണെന്ന് എങ്ങനെയാ പറയാ, She is singing. അവൾ she is singing എന്ന് പറയാം. ആൻഡ് അവളല്ല, ഞങ്ങൾ വായിക്കുകയാണ്, ഞങ്ങൾ ബുക്ക് വായിക്കുകയാണ് എന്ന് പറയും. We are reading. We are reading a book. അങ്ങനെയാണ് വരാം. ഓക്കെ. അപ്പൊ ഇപ്പോ നടക്കുന്ന കാര്യങ്ങളല്ലേ, അവള് പോവാണ്, അവൾ അവന്റെ വീട്ടിൽ പോവാണ്, അവൾ കളിക്കുകയാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ, അതിപ്പോ നടക്കുന്ന കാര്യങ്ങളാണ്. ഇനി ഫ്യൂച്ചറിലെ കാര്യങ്ങൾ പറയാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞു അല്ലെ. എക്സാമ്പിള്, അവൾ നാളെ ദുബായിക്ക് പോവാണ്. നാളെ ദുബായിക്ക് പോവാണ് എന്ന് പറയുന്നത് നാളെ നടക്കുന്ന കാര്യമാണ്, അത് ഫ്യൂച്ചർ ആണ്. പക്ഷേ നമ്മള് ഈ ടെൻസ് യൂസ് ചെയ്ത് പറയാറുണ്ട്. എങ്ങനെയാ പറയാപ്പോ, അവൾ നാളെ ദുബായിൽ പോകാണ്. എങ്ങനെയാ പറയാ, എങ്ങനെയാ പറയാ, ആലോചിച്ചേ. അവൾ സബ്ജക്ട് കിട്ടി, അവളാണ്, അതിന്റെ കൂടെ വരേണ്ട ഓക്സിലറി ഏതാണ്, പിന്നെ She is going to Dubai Tomorrow. She is going to Dubai tomorrow. Yeah, correct. She is going to Dubai tomorrow. അത്രേ ഉള്ളൂ. അപ്പൊ അത് ഫ്യൂച്ചർ ആണ്. നിങ്ങൾ ചിന്തിക്കുമ്പോ അത് ഫ്യൂച്ചർ ആണല്ലോ, പക്ഷെ ഫ്യൂച്ചർ ആണെങ്കിലും അത് നമ്മൾ ഈ ടെൻസ് വെച്ചിട്ടാണ് പറയാറ് കേട്ടോ. ക്ലിയർ ആയോ, മനസ്സിലായോ? ഇത്രയാണ് പറയാൻ പറ്റില്ല മാം, അതിപ്പോ ഫ്യൂച്ചറിൽ പറയാൻ പറ്റില്ലേ, ഫ്യൂച്ചർ ടെൻസ് അങ്ങനെ ഫ്യൂച്ചറിൽ പറയാം, പക്ഷേ നമ്മള് മോസ്റ്റ്ലി നമ്മൾ ഈ ടെൻസിലാണെന്ന് പറയാം. ഫ്യൂച്ചറിൽ പറയുമ്പോ മലയാളം തന്നെ മാറും. അവള് നാളെ ദുബായിൽ
എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ടെൻസ് യൂസ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? നമ്മൾ മലയാളം പറയുമ്പോഴും മലയാളത്തിലും ടെൻസ് ഉണ്ട്. അവൾ ചെയ്യുന്നു, അവൾ പഠിക്കുന്നു, അവൾ പഠിക്കുകയാണ്, അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൾ പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് മലയാളത്തില്. ഇതെല്ലാം ടെൻസ് വേറെയാണ്. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷിലും. സെയിം ടെൻസ് ഇംഗ്ലീഷിലുണ്ട്. ഇപ്പൊ ഫ്യൂച്ചർ ആണെങ്കിൽ അവൾ നാളെ പോകും, നാളെ അവൾ പോകായിരിക്കും, നാളെ അവൾ പോയിട്ടുണ്ടാകും, അവൾ പോയിക്കൊണ്ടിരിക്കായിരിക്കും എന്നൊക്കെ പറയില്ലേ? അല്ലെ? ഇത് നാല് രീതിയിലാണ് നമ്മൾ മലയാളത്തിലും പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷിലും വരാട്ടോ. അപ്പോ ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ നമ്മൾ മലയാളം പറയുന്നത് തന്നെ മാറിപ്പോകും. ഞാൻ പറഞ്ഞെന്താണ്? അവള് പോകുകയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അവള് നാളെ ദുബായിൽ പോകുകയാണ് എന്ന് പറയുമ്പോ നമ്മൾ യൂസ് ചെയ്യേണ്ടത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ മാം. ക്ലിയർ ആയി അല്ലെ? എല്ലാ ടെൻസും പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞു നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. എല്ലാ സബ്ജക്റ്റും വെച്ചിട്ട് ഒരു എക്സാമ്പിൾ, ഒരെണ്ണല്ല കേട്ടോ, ഒരു 3 എക്സാമ്പിൾ നിങ്ങൾ ചെയ്യുക. അതായത് ഐ വെച്ച് ആൻഡ് സിംഗുലർ സബ്ജക്റ്റും ആൻഡ് പ്ലൂറൽ സബ്ജക്റ്റും വെച്ചിട്ട് 3 എക്സാമ്പിൾ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യാം. അതില് സബ്ജക്റ്റ് വേണം, ഓക്സിലറി വേണം, വേർബ് വേണം, ഒബ്ജക്റ്റ് വേണം, എല്ലാം നിങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ വിത്ത് പ്രപ്പോസിഷൻ എല്ലാം വേണം. ഓക്കെ, എല്ലാവരും കേട്ടോ ഒരു 3 എക്സാമ്പിൾ വെച്ചിട്ട് എല്ലാവരും ടെക്സ്റ്റ് ചെയ്യാം. ഒരുമിച്ച് ടെക്സ്റ്റ് ചെയ്യണം കേട്ടോ സ്നേഹ. ഒരുമിച്ച് ടെക്സ്റ്റ് ചെയ്യേ, അപ്പൊ എനിക്ക് വായിക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. I'm writing a letter, I'm writing a novel, we are watching a movie, Sudhi is praying. Yeah. She's dancing, we are going to Dubai. Yeah. I'm dancing, she's going to park. They are watching a movie. I'm writing a note or notebook. She's writing a letter. They are playing. They are playing with ball. We are writing. She's singing and dancing. We are going to watch a movie tomorrow. I'm going to church. We are watching TV. She's going to temple. Yeah. We are studying English. She's singing and writing a letter. Watching TV. She's going. They are playing football. Yeah. Okay. I'm typing. She's writing. We are listening. Yeah. നമുക്ക് ഒബ്ജക്റ്റ് കൂടെ വേണം കേട്ടോ. അപ്പൊ നമ്മൾ പഠിപ്പിക്കുമ്പോ സബ്ജക്റ്റ് വേർബ് മാത്രമേ ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ. പക്ഷെ ഒരു സെന്റൻസ് കണക്ട് ചെയ്ത് പോകണമെങ്കിൽ പിന്നെ അങ്ങോട്ട് വേർബിന് ശേഷം വരുന്നതെല്ലാം ഒബ്ജക്റ്റ്, ഓക്സിലറി, പ്രപ്പോസിഷൻസ് അങ്ങനെ വരും അല്ലെ. അല്ല അഡ്ജക്റ്റീവ്സും അഡ്വേർബ്സ് ഒക്കെ വരും. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് പോവാൻ നോക്കാം കേട്ടോ. ഇത് ജസ്റ്റ് പഠിപ്പിച്ച മാത്രമാണ്. എപ്പോഴും അങ്ങനെ പഠിക്കുക. അപ്പൊ ഒരുപാട് നമുക്ക്
നമുക്ക് സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ നമ്മൾ എന്താ സിമ്പിൾ ഇപ്പോ പ്രസന്റ് കണ്ടിന്യൂസ് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണ് അല്ലെ? ജസ്റ്റ് നമുക്കൊരു ഗെയിം പോലെ നമുക്കൊന്ന് കളിച്ചാലോ? റെഡിയാണോ എല്ലാവരും? ഓക്കെ, സോ നമ്മള് പ്രസന്റ് സിമ്പിൾ പ്രസന്റും പ്രസന്റ് കണ്ടിന്യൂസും പഠിച്ചു. ഇത് രണ്ടിനെയും മലയാളം വരുന്നത് എന്താണ്? ചെയ്യുന്നു, ചെയ്യുകയാണ് എന്നാണ്. അപ്പൊ രണ്ടിലും ആ രീതിയിലാണ് മലയാളം പറയേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോ ഞാൻ ഒരാളെ വിളിക്കും, അയാള് രണ്ട് മലയാളം സെന്റൻസ് പറയണം. ഓക്കെ, സിമ്പിൾ പ്രസന്റ് വെച്ചിട്ടും പ്രസന്റ് കണ്ടിന്യൂസ് വെച്ചിട്ടും രണ്ട് മലയാളം സെന്റൻസ് പറയാം. അത്യാവശ്യം ലോങ് സെന്റൻസ് ആയിക്കോട്ടെ കേട്ടോ, ചെറുതാക്കണ്ട, ഒതുക്കണ്ട, കുറച്ച് ലോങ് സെന്റൻസ് ആവട്ടെ. ഓക്കെ, അപ്പൊ രണ്ട് സെന്റൻസ് പറയാം. ഓക്കെ ആണോ? രണ്ട് സെന്റൻസ് ഓർത്തേക്കണം. ഞാൻ ഒരാളെ വിളിക്കാം. റെഡി? റെഡിയാണോ? ഇതൊന്നും ഉണ്ടാക്കി. Yes, ma'am. Ready. Okay. First alphabetic order പോകുമ്പോ ഫസ്റ്റ് ആതിരയാണ് കേട്ടോ. ആതിര. Yes, ma'am. ആതിര രണ്ട് സെന്റൻസ് പറയാം. ആണ് സിമ്പിൾ പ്രസന്റും പ്രസന്റ് കണ്ടിന്യൂസും വെച്ചിട്ട് രണ്ട് സെന്റൻസ്, ലോങ് സെന്റൻസ് വേണം കേട്ടോ, ചെറുതാകരുത്. ലോങ് സെന്റൻസ് പറയാം. ഓക്കെ, സിമ്പിൾ പ്രസന്റും പ്രസന്റ് കണ്ടിന്യൂസും വെച്ചിട്ടല്ലേ? രണ്ട് വെച്ചിട്ട് മലയാളത്തിൽ കേട്ടോ, എല്ലാവരും ഓർത്തേക്കാം. പറയൂ അതിന്. മലയാളത്തിൽ പറഞ്ഞത് മലയാളമാണ്, ഇംഗ്ലീഷല്ല, മലയാളം. അവർ കാർ ഓടിക്കുന്നു. ഓക്കെ, സെക്കൻഡ് വൺ അവൾ ഇപ്പോൾ ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നല്ല, പഠിക്കുകയാണ്. ഓക്കെ, ഓക്കെ, അപ്പൊ ആതിര ആരെങ്കിലും ഒന്ന് വിളിക്കാമോ? ക്ലാസ്സിലുള്ള ആരെങ്കിലും വിളിച്ചിട്ട് ഇത് ചോദിക്കാം. ഞാൻ തന്നെ വിളിച്ചോ? ചോദിക്കോ? വിളിച്ചോളൂ. അല്ല, ഞാൻ വിളിച്ചു. ഓക്കെ, ടെസ്സി. Yes, ma'am. ടെസ്സി പറയൂ. അവൻ കാർ ഓടിക്കുന്നു എന്നല്ലേ? He drives. അവരാണോ അവളാണോ? അവരാണ്. അല്ലേ? ഓക്കെ, അവരാണ് കേട്ടോ ടെസ്സി. അവർ കാർ ഓടിക്കുന്നു എന്നാണ്. ഓക്കെ. അവർന്നല്ലേ പറഞ്ഞേ? We drives a car. We drive a car. വി എന്താണ് മീനിങ് പറഞ്ഞ വീടെ? അവർന്ന് എന്താ? അവർ കാർ ഓടിക്കുന്നു. സോറി. They drive a car. Yeah, they drive a car. Okay, correct. And next ഏതാ പറഞ്ഞേ? അവൾ ഇപ്പോൾ ബാംഗ്ലൂർ പഠിക്കുകയാണ് എന്നാണോ ആതിര? അവൾ ഇപ്പോൾ ബാംഗ്ലൂർ പഠിക്കുകയാണ്. She is studying in Bangalore.
ഇപ്പോൾ now. She's studying in Bangalore. Today. അല്ല. Today അല്ല ഇപ്പോൾ now ആണ്. Now she's Now, studying. okay. She's studying. Ah, Studying. She's studying now. Sorry. She's studying Now ആദ്യം പറ. now. Now she's studying Bangalore. in Bangalore. ടെസ്സി ടെൻഷൻ ഉണ്ടോ? അത് പെട്ടെന്ന് വിളിച്ചപ്പോ ഒരു ചെറിയ ടെൻഷൻ. ടെൻഷൻ ആയി എല്ലാം കയ്യിന്ന് പോയല്ലേ? ഓക്കെ പേടിക്കണ്ട കേട്ടോ, ആരും ടെൻഷൻ അടിക്കണ്ട കേട്ടോ, ചുമ്മാ നമുക്ക് കളിക്കാം. ഓക്കെ ഇനി ടെസ്സി പറയൂ, 2 മലയാളം സെന്റൻസ് പറയൂ. ആര്, ഞാനാണോ പറയണ്ടേ? അതെ. അവൾ എന്നും ഡാൻസ് ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞ 2 സെന്റൻസ് വെച്ച് മാത്രമേ പറയാൻ പറ്റൂ. അവൾ എന്നും ഡാൻസ് ചെയ്യുന്നു. അവർ ഗ്രൗണ്ടിൽ കളിക്കുകയാണ്. അവർ ഗ്രൗണ്ടിൽ കളിക്കുകയാണ്. നമുക്കിത് സ്നേഹ പറയൂ. സ്നേഹ പറയാ, അവർ ഗ്രൗണ്ടിൽ കളിക്കുകയാണെന്നല്ല പറഞ്ഞ. They are playing in the ground. ടെസ്സി എന്ന് പറഞ്ഞു കൊടുത്തേ എന്തായിരുന്നു? അവർ ഗ്രൗണ്ടിൽ കളിക്കുകയാണ്. They are playing in the ground. Yeah. Okay. And the next one. ഏതായിരുന്നു ടെസ്സി ഫസ്റ്റ് ഏതായിരുന്നു പറഞ്ഞേ? അവൾ എന്നും ഡാൻസ് അവൾ എന്നും ഡാൻസ് കളിക്കുന്നു. ഡാൻസ് കളിക്കുന്നു. എങ്ങനെ ക്ലിയർ ആയില്ല? അവൾ എന്നും ഡാൻസ് കളിക്കുന്നു എന്നും മീൻസ് എല്ലാ ദിവസവും. ക്ലിയർ ആയില്ല മാം, ക്ലിയർ ആവുന്നില്ല പറയുന്നത്. അവൾ എന്നും ഡാൻസ് കളിക്കുന്നു, അവൾ എല്ലാ ദിവസവും ഡാൻസ് കളിക്കുന്നു. ഓക്കെ ആണോ സ്നേഹ? കേട്ടോ? ക്ലിയർ അല്ല. ഓക്കെ, ഇറ്റ്സ് ഓക്കെ സ്നേഹ. ഓക്കെ, അവൾ എന്നും ഡാൻസ് കളിക്കുന്നു എന്ന് പറയുമ്പോ എന്ത് വരും? ടെക്സ്റ്റ് ചെയ്ത് എല്ലാവരും. She dances every day. She dances. She always dances. She always dances. She dances every day എന്ന് വരും കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ലവ്ലി. Yes ma'am. ചോദിക്കൂ. മലയാളം പറയൂ. പറയാം കേട്ടോ. അവൻ എല്ലാ ദിവസവും രാവിലെ ക്രിക്കറ്റ് കളിക്കുന്നു ഗ്രൗണ്ടിൽ. നസീറ. Yes ma'am. ലവ്ലി നസീറോട് ചോദിക്കോട്ടോ, നസീറ പറയും. നസീറ, അവൻ എന്നും എല്ലാ ദിവസവും ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്നു. എവറി മോർണിംഗ്, സോറി, എല്ലാ ദിവസവും രാവിലെ ക്രിക്കറ്റ് കളിക്കുന്നു. ആൻസർ ഒക്കെ പറഞ്ഞു കൊടുത്തല്ലോ. സോറി മാം. Every day he is plays cricket. ആൻസർ പറഞ്ഞിട്ട് തെറ്റിക്കുന്ന നസീറ. Every day പറഞ്ഞു, എല്ലാ ദിവസവും മോർണിംഗ് ഉണ്ടല്ലോ, സോറി. He is plays cricket every morning.
Okay, correct ആണോ? Lovely, correct ആണോ ടീച്ചർ? പറയൂ. He plays cricket in the ground every morning. Okay, next അടുത്തത് ചോദിക്കൂ ലവ്ലി. അവൻ എല്ലാ ദിവസവും സ്കൂളിൽ പോയി പഠിക്കുന്നു. നസീറയാണ് കേട്ടോ, നസീറ. അവൻ എല്ലാ ദിവസവും സ്കൂളിൽ പോയി പഠിക്കുന്നു. Every day he going to school to study. Yes. Yes, ma'am. Correct ആണോ? Yes, ma'am. പഠിക്കുകയാണെന്നല്ലേ? പഠിക്കുകയാണ്. Every day he is going to school every day. അല്ലെങ്കിൽ every day ഫസ്റ്റ് കൊടുത്തിട്ട് പറയാം. Every day he is going to school to study. സ്റ്റഡി എങ്ങനെയാണോ? Studying എന്നാണ് കൊടുക്കണ്ടേ? Going ആണോ ഇത്? സബ്ജക്ട്. അവൻ എന്തിനു വേണ്ടി സ്കൂളിൽ പോകുന്നത്? Studying. പഠിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഏത് പ്രപ്പോസിഷൻ വരും? He is studying. He is studying to school every day. Yes. എല്ലാവരും എല്ലാ ദിവസവും പഠിക്കാൻ സ്കൂളിൽ പോകുന്നു എന്നല്ലേ? അല്ലേ? എന്തായാലും വരാം. Every day he is going school for study every day എന്നല്ലേ വരാ? 4 ആണ്. അത്ര ഉണ്ടായിരുന്നുള്ളൂ. He is going school for study every day. Every day he is going school for study. Okay, പഠിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. പഠിക്കാൻ സ്കൂളിൽ പോകുന്നു. എല്ലാ ദിവസവും പഠിക്കാൻ സ്കൂളിൽ പോകുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് വരാട്ടോ. Every day he is going school for study. ഇനി നസീറ സജ്നയോട് ചോദിക്കും. ഓക്കെ, സജ്ന, അവൾ സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്നു. അവൾ സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്നു. She is dancing at the stage. കളിക്കുന്നു എന്നാണ് പറഞ്ഞോ. കളിക്കുന്നു. She dances at the stage. ഓക്കെ, അടുത്തത് നമ്മൾ നാളെ ഒരു യാത്ര പോകുകയാണ്. Tomorrow, നാളെ അല്ലേ? Tomorrow we are going for a tomorrow we are going out. നമ്മൾ നാളെ ഒരു ട്രിപ്പ് പോവാണ് അല്ലെ? Tomorrow we are going for a trip. That's all. Tomorrow we are going for a trip. Okay, clear? Sachina? Journey number അറിയാലോ മാം. Tomorrow we are going for. അവൾ ഇംഗ്ലീഷ്. Sachina asked to Shruti. സെന്റൻസ് പറയട്ടെ. പറയൂ. അവൾ ഇംഗ്ലീഷ് പഠിക്കുന്നു. നിങ്ങളെല്ലാം സിമ്പിൾ ആണല്ലോ ചോദിക്കുന്നേ. കുറച്ച് ടഫ് ഒക്കെ വരട്ടെ. മാം എനിക്ക് വരുമ്പോ മാത്രം ടഫോ? നേരത്തെ പറയാതിരിക്കുക. എല്ലാവരും ഭയങ്കര സിമ്പിൾ. ഞാൻ പറഞ്ഞു കുറച്ച് ലോങ് സെന്റൻസ് ഒക്കെ പറയൂന്ന്. ഓക്കെ, സജിന ചോദിച്ചോളൂ. അവൾ ഇംഗ്ലീഷ് പഠിക്കുന്നു. ഓക്കെ, പിന്നെ
Um, ഞാൻ എല്ലാ ദിവസവും നടക്കാൻ പോകും. ഓക്കെ, ശ്രുതി പറയൂ. മാം ഞാനൊന്ന് എഴുതിക്കോട്ടെ, എന്താ പറഞ്ഞത്? ഞാൻ എല്ലാ ദിവസവും നടക്കാൻ പോകും. ഫസ്റ്റ് വൺ ഈസ് അവൾ ഇംഗ്ലീഷ് പഠിക്കുന്നു. ഷീ റീഡ്സ് ഇംഗ്ലീഷ്. No. Second one, I walk every day. എല്ലാ ദിവസവും I walk every day. ഞാൻ എല്ലാ ദിവസവും നടക്കാൻ പോകും. I go for a walk every day. Yes, I go for a walk every day. ഫസ്റ്റ് ഏതായിരുന്നു പറഞ്ഞ ശ്രുതി? അവൾ ഫസ്റ്റ് ഞാൻ I walk every day എന്ന് മാത്രം പറഞ്ഞോളൂ. അതല്ല, ഫസ്റ്റ് സെന്റൻസ് ഏതായിരുന്നു? അവൾ ഇംഗ്ലീഷ് പഠിക്കുന്നു. She reads English. She reads English. പഠിക്കുകയാണല്ലോ, അപ്പൊ എന്താ പറയാ? She is reading English. റീഡ് വായിക്കുകയല്ലേ ശ്രുതി? പഠിക്കുന്നു. ലേൺ പറയാലോ. സ്റ്റഡി. മിസ് അവർക്ക് മലയാളം പ്രശ്നമുണ്ട്. മാം എനിക്ക് മലയാളം ഇച്ചിരി പ്രശ്നമാണ് മാം, സോറി. ഓക്കെ, ശ്രുതി കുഴപ്പമില്ല കേട്ടോ. ഓക്കെ. സ്റ്റഡീസ് ഓർ ലേൺസ് വരും കേട്ടോ. ഓക്കെ മാം, ഓക്കെ. ഇനി ആരാ? ശ്രുതി ആരോടെ ചോദിക്കുക? അഫ്ലയോട് ചോദിക്കും കേട്ടോ. ഓക്കെ മാം. ഭൂമി സൂര്യനെ ചുറ്റി വരുന്നു. ഫസ്റ്റ് വൺ, ഭൂമി സൂര്യനെ ചുറ്റി വരുന്നു. The second one, ഓക്കെ. the second one, ഞാൻ നാളെ ഒരു സിനിമ കാണാൻ പോകുന്നു. ഞാൻ നാളെ ഒരു സിനിമ കാണാൻ പോവാണ്. പോവുകയാണ്. അതെ. ഓക്കെ, അഫ്ല പറയൂ. യെസ് മാം, ഇപ്പൊ പറയാട്ടോ. ഭൂമി സൂര്യനെ ചുറ്റി വരുന്നു. എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. മാം, എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. revolves around the sun. Okay, correct. And second ഞാൻ one, നാളെ ഒരു സിനിമ കാണാൻ പോകുന്നു. നാളെ ശ്രുതി ചേച്ചി സിനിമ കാണാൻ പോകുകയാണ്. I am going to watch a movie. I am going to watch a movie tomorrow. Yeah, I'm going to watch a movie tomorrow. Correct. Thank you, ma'am. അഫ്ല അസീനയോട് ചോദിക്കും. അഫ്ല ആരോട്? അസീന. ഓക്കെ. ഞാൻ നാളെ സിനിമക്ക് സോറി, ഞാൻ പറയട്ടെ. ഞങ്ങൾ നാളെ ഡാൻസിന് പോകുന്നു. എന്തിന്? ഡാൻസ് കളിക്കാൻ പോകുന്നു. ഓക്കെ. ഞങ്ങൾ നാളെ ഡാൻസ് കളിക്കാൻ പോവാണ് എന്ന് പറയണം. ഓക്കെ. പിന്നെ അവൻ പാട്ട് പാടുന്നു. അവനാണോ? അവനാണ്.
അവൻ പാട്ട് പാടുന്നു. അസീന പറയൂ. ഓക്കെ മാം. ആദ്യത്തേത് ഞങ്ങൾ നാളെ ഡാൻസ് കളിക്കാൻ പോവുകയാണെന്നല്ലേ? വി ആർ ഗോയിങ് ടു ഡാൻസ് ടുമോറോ. അവൻ പാട്ട് പാടുന്നു. ഹി ഈസ് സിംഗിങ് എ സോങ്. കറക്റ്റ് ആണോ? അല്ല. He sings a song. He is singing a song. He is singing. He is singing a song. He is singing a song എന്നല്ലേ വരിക മാം? അവൻ പാട്ട് പാടുന്നു എന്നല്ലേ പറഞ്ഞേ? അതെ. ഹി ഈസ് സിംഗിങ് എ സോങ് എന്നല്ലേ? അല്ലല്ലോ, സിമ്പിൾ പ്രസന്റ് ടെൻസ് അല്ലേ? She sings a song. He sings a song. Sings ആണോ? He sings a song. നെക്സ്റ്റ് ഞങ്ങൾ നാളെ ഡാൻസ് കളിക്കാൻ പോവാണ്. പറയൂ. We are going to dance tomorrow. അങ്ങനെയാണോ? കറക്റ്റ് ആണോ? Yes, correct അല്ലേ മാം? You are going to dance tomorrow. കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ. അപ്പൊ ക്ലിയർ ആണല്ലോ, എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ അല്ലേ? യെസ് മാം. ഓക്കെ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. ക്ലാസ്സിൽ കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ നിങ്ങള്? Yes, ഇന്നത്തെ ക്ലാസ് ഓക്കെ ആണ്. പക്ഷെ ഇപ്പൊ എങ്ങനെ പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഒരു തപ്പിപ്പോയാന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, പരസ്പരം ആർക്കും കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ? ഓക്കെ ആണല്ലോ എല്ലാവരും? Ma'am, I'm not okay, ma'am. എനിക്ക് ക്ലാസ്സിൽ കയറിയപ്പോ മുതൽ തോന്നിയതാണ് കേട്ടോ. എനിക്ക് മാം, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ ട്യൂസ്ഡേ ഫ്രൈഡേ എനിക്ക് ക്ലാസ്സിൽ കയറുന്നത് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ്. ട്യൂസ്ഡേ ഫ്രൈഡേ എനിക്ക് അത് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ്. എനിക്ക് അറിയില്ല, ചിലപ്പോ ഞാൻ പേഴ്സണലി എടുത്ത കൊണ്ടായിരിക്കാം. ഐ എം സോ ഡിസ്റ്റർബ്ഡ്. കാരണം എന്താണെന്ന് പറയാമോ? എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണോ? No, ma'am. No, ma'am. No, ma'am. ഓക്കെ, ശ്രുതി എന്താണെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുന്നാണെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ഓക്കെ. മാം, ഇപ്പോ മാമിന്റെ അടുത്തായാലും ഒരാളിപ്പോ എന്തെങ്കിലും കംപ്ലൈന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ മാം ചെയ്യേണ്ടത് രണ്ട് സൈഡുള്ള ഇത് നോക്കണ്ടേ? രണ്ട് ഭാഗത്തുള്ളത് നോക്കിയിട്ട് വേണം ഒരു തീരുമാനത്തിലെത്താൻ. ഇപ്പൊ ഒരാള് മേ ബി വിഷമം പറഞ്ഞിട്ടുണ്ടാവും, കംപ്ലൈന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അത് ഒരു സൈഡ് മാത്രം കേട്ടിട്ട് എല്ലാ ക്ലാസ്സിലും വന്നിട്ട് ആ ഒരു പോയിന്റ് തന്നെ ഇങ്ങനെ എന്താ പറയാ ഫോഴ്സ് ചെയ്ത് പറയുമ്പോൾ ചില ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് പേഴ്സണലി, ബാക്കിയുള്ളവർക്കൊക്കെ മേ ബി ഉണ്ടാവില്ലായിരിക്കാം, പക്ഷെ എനിക്കുണ്ട്, നല്ല പോലെ ഉണ്ട് എനിക്ക്. ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. പിന്നെ അതുപോലെ ഗ്രൂപ്പിൽ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. അതല്ലാതെ കുറെ സ്റ്റാറ്റസുകൾ വെക്കാം, നമ്മള് ഇതാക്കി കുറെ സ്റ്റാറ്റസ് നമ്മൾ കാണുന്ന വരെ വെയിറ്റ് ചെയ്തിട്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തോളാം. ഇതൊക്കെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ് മാം. ഞാൻ ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആണ്. മാം, ആദ്യത്തെ പോലെ അല്ല ഇപ്പൊ ഗ്രൂപ്പ് തന്നെ മാറി. ആരും ഒരു റെസ്പോണ്ട് ഇല്ലാതെ അങ്ങനത്തെ ഒരു സംഭവത്തിലാണ് ഇപ്പൊ ഗ്രൂപ്പ് മുന്നോട്ട് പോയിരിക്കണത്. രണ്ട് വിഭാഗം അങ്ങനെയൊക്കെ തോന്നുകയാണ് ഇപ്പോ. ആദ്യം എല്ലാവരും ആക്റ്റീവായിട്ട് നല്ലൊരു ഗ്രൂപ്പായിരുന്നു. പക്ഷെ ഇപ്പൊ ഭയങ്കര നമുക്ക് തന്നെ ഭയങ്കര ഒരു സാഡ് അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പോ. മാം, ഇപ്പോ ഞാൻ ലീഡർ ആക്കിയതിനു ശേഷമല്ല, ഞാൻ അതിന് മുമ്പ് തുടങ്ങി ഞാൻ ആക്റ്റീവാണ്. ഞാൻ ആക്റ്റീവ് ചെയ്ത് കൊണ്ട് മാത്രമാണ് എല്ലാരും കൂടി ശ്രുതിനെ ലീഡർ ആക്കാന്ന് പറഞ്ഞപ്പോ ഞാനും വിചാരിച്ചു ഓക്കെ ഞാൻ ആക്റ്റീവ് ആയത് കൊണ്ടായിരിക്കും വിചാരിച്ചിട്ടാണ്. ഞാൻ ഇതിനു മുമ്പ് എങ്ങനെയാണോ അതുപോലെ തന്നെയായിരുന്നു. പക്ഷെ കുറെ പേര് അത് ഞാൻ ഒരുപാട് എന്തോ സംതിങ് പ്രശ്നമുണ്ട് മാം, ഒരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്ത് ഇങ്ങനെ പേഴ്സണലി അറ്റാക്ക് ചെയ്യാം. അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. മാം, എന്റെ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരുപോലെയാണ്. നമ്മൾ ഈ ഒരു വർഷം നല്ലപോലെ മുന്നോട്ട് പോകണ്ടേ? അപ്പൊ ആ ഒരു രീതിയിൽ ഞാൻ രണ്ട് വിഭാഗമുള്ള പോലെ എനിക്ക് തോന്നിയത്.
എന്നിട്ട് രണ്ടാളി സപ്പോർട്ട് ചെയ്തിട്ടാണ് നിക്കണത്. ബട്ട് എന്തോ ഒരു സുഖമില്ല ഗ്രൂപ്പിലിപ്പോ. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ കാര്യമാണ് അല്ലെ, ഇതൊക്കെ സംഭവിക്കുന്നതിന് മുൻപേ ഞാൻ കുറച്ച് കാര്യങ്ങൾ വന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടോ നിങ്ങൾക്കത്? ഞാൻ ആരെയും പേഴ്സണൽ ആയിട്ട് ഒന്നുമല്ല, ഞാൻ എല്ലാവരോടും കൂടി പറഞ്ഞ കാര്യമായിരുന്നു. എന്തുണ്ടെങ്കിലും ഞാൻ പറഞ്ഞു ഓപ്പൺ ആയിട്ട് തന്നെ പറയൂ. ഓക്കെ, മനസ്സിലൊന്നും വെക്കണ്ടെന്നേ. ഞാൻ പറഞ്ഞു ലൈഫ് കുറച്ചേ ഉള്ളൂ, അതിനിടയിൽ എന്തിനാണ് ഇങ്ങനെ അല്ലേ? അപ്പോ എല്ലാവരോടും കൂടിയാണ് കേട്ടോ. ഇപ്പോഴും പറയുന്നുണ്ട് എനിക്കെല്ലാം ഒരേപോലെയാണ്. ഓക്കെ, ക്ലാസ്സിൽ ലീഡറിന്റെ പ്രശ്നമാണെങ്കിൽ അത് പോട്ടെ, വേണ്ട ലീഡറേയും വേണ്ടെന്ന് വെക്കാം നമുക്ക്. ഓക്കെ, എന്നാലും എനിക്ക് എല്ലാവരും ഒരേപോലൊക്കെ തന്നെ, എല്ലാ ടീച്ചേഴ്സിനും അങ്ങനെയൊക്കെ തന്നെ ആയിക്കോട്ടോ, പക്ഷെ അത് ഒരേപോലെയാണ്. അതുകൊണ്ട് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ശ്രുതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ അങ്ങോട്ടൊക്കെ സംസാരിച്ച് തീർക്കും. ഗ്രൂപ്പിൽ ചോദിക്കുന്നുണ്ട്, പക്ഷെ ആരും റിപ്ലൈ വന്നാ പോലും റിപ്ലൈ തരില്ല. പക്ഷെ ക്ലാസ്സിൽ ഒന്ന് ആക്റ്റീവ് ആണ്. നമ്മൾ ഗ്രൂപ്പിൽ ഈ മാതിരി ചോദിച്ചിരുന്നാൽ നമുക്ക് ഒരു റിപ്ലൈ ഇല്ല, ഒരു റെസ്പോണ്ട് ഇല്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ടാണ് മാമിനോട് ഡയറക്റ്റ് ക്ലാസ്സിൽ ഒന്ന് ഞാൻ അന്ന് ചോദിച്ചത് തന്നെ. അപ്പൊ എല്ലാവരോടും കൂടെ എല്ലാവരും ഗ്രൂപ്പിലേക്ക് ആക്റ്റീവ് ആകൂ. നിങ്ങളെല്ലാം ഫ്രണ്ട്സ് അല്ലേ? ഒന്നും വെക്കണ്ട മനസ്സിൽ കേട്ടോ. ഈ ഒരു കൊല്ലം അടിച്ചു പിടിച്ചു പോകും. കാരണം ഈ ഒരു കൊല്ലം ക്ലാസ് കഴിഞ്ഞാൽ ഭയങ്കര ഒരു 5-6 മാസം കൂടി അല്ലേ ഉള്ളു മാം. അത് കഴിഞ്ഞ് നമ്മളെ പോകും. പിന്നെ കാരണം കോഴ്സ് കഴിഞ്ഞവര് പറയുന്ന കാര്യമാണ്, മിസ്സിംഗ് ആണ്, ഭയങ്കര മിസ്സിംഗ് ആണെന്ന് പറയുന്നത് ആ ടൈം വരുമ്പോ. അപ്പോ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ കിട്ടുന്ന സമയം മാക്സിമം ഇതിനാ വെറുതെ ഈഗോ എന്ന് പറയുന്ന സാധനം തന്നെ വേണ്ട കേട്ടോ. നമുക്ക് അത് നമ്മളെ തന്നെ നശിപ്പിക്കുന്ന ഒന്നാണേ, അത് മറക്കരുത് നിങ്ങൾ. നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, നമ്മൾ സന്തോഷിക്കുക, അതല്ലേ വേണ്ടത്. അത്രേ ഉള്ളൂ. ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം ഇതാണ്, എക്സ്പെക്ടേഷൻ വരുമ്പോഴാണ് ഈ സങ്കടം വരുന്നത്. ഓക്കെ, ഒന്നും എക്സ്പെക്ട് ചെയ്യണ്ട. നമ്മുടെ ലൈഫ് നമ്മൾ എങ്ങനെയാണ് ജനിച്ചത് അല്ലെ? ഓരോ ദിവസവും നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെയൊന്നും അല്ല നടക്കുന്നത്. സന്തോഷമായിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ ആണോ? എനിക്ക് കയറിയപ്പോഴേ എനിക്ക് തോന്നി, എന്തോ ഒരു നെഗറ്റീവ് തോന്നി. അപ്പൊ ഞാൻ പിന്നെയും ചോദിച്ചു, നിങ്ങൾ ഓക്കെ ആണോ എന്ന് ചോദിക്കാൻ കാരണം അതാണ്. മിസ്, അത് ഇവര് കുറച്ച് ആളുകൾ തമ്മിലുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്, വേറെ ഒന്നുമില്ല. ഒരു തമ്മിൽ പറഞ്ഞു തീർക്കാനുള്ള കാര്യങ്ങളുള്ളൂ. അത് ഒരാള് പറയുമ്പോ അതിന് രണ്ടാക്കിയിട്ട് മറ്റുള്ളവർ വേറെ രീതിയിൽ കണ്ടിട്ടാണ്. അത് നെഗറ്റീവായിട്ട് കാണാതെ അത് ഒരു പറഞ്ഞോട്ടെ എന്നുള്ള നിലക്ക് നിൽക്കല്ല, അത് ഒരു നെഗറ്റീവായിട്ട് കണ്ടിട്ടാണ് അങ്ങോട്ട് പരസ്പരം എല്ലാവരും. അതുകൊണ്ടാണ് അത് വന്നത്. ഇപ്പൊ സത്യം പറയുകയാണെങ്കിൽ ഗ്രൂപ്പിൽ കയറാന് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ടായി. കാരണം ഗ്രൂപ്പിൽ കയറിയിട്ട് നല്ലതൊന്നും പറയുമ്പോൾ ആരും റിപ്ലൈ ചെയ്യുന്നില്ല, എല്ലാത്തേനും വാത്തോരാതെ സംസാരിക്കും ചെയ്യാം എല്ലാവരും. അപ്പൊ പിന്നെ എങ്ങനെ പോവാണ് ആ രീതിയിൽ. അത് അവർ തമ്മിൽ പറഞ്ഞു തീർന്ന് ഞാൻ രണ്ടുപേരോട് ഞാൻ പറഞ്ഞിരിക്കണേ, നിങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർക്കാനുള്ള പ്രശ്നമുള്ളൂ. അത് രണ്ടുപേരും തമ്മിൽ പറഞ്ഞാൽ കഴിയും. പിന്നെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഈ ഒരു 5-6 മാസം നല്ല നിലക്ക് നിന്ന് പോയാല് ആ ഒരു ഇത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇത് ആലോചിച്ചിട്ട് കുറെ ഒരു ഇതുണ്ടാവും, മെമ്മറീസ് വരും നമുക്ക്. അപ്പൊ ഇത് ഒരു ഇതില്ലാണ്ടായി പോവണ്ടല്ലോ എന്നുള്ള നിലക്ക് നല്ലപോലെ സന്തോഷത്തോടു കൂടി നമുക്ക് ഈ ഗ്രൂപ്പ് എൻജോയ് ചെയ്ത് പോവാന്നൊക്കെ ഞാൻ പറഞ്ഞു. രണ്ടുപേരോട് ഞാൻ പറഞ്ഞു, രണ്ട് സൈഡിൽ നിന്നിട്ടാണെങ്കിലും ഞാൻ പറഞ്ഞിരുന്നു. രണ്ട് ടീമായി മാറി. രണ്ട് ടീമൊന്നും വേണ്ട കേട്ടോ, ഒറ്റയ്ക്ക് വരും എല്ലാവരും. ഓക്കെ, സംസാരിക്കുക. തെറ്റ് തോന്നിയെങ്കിൽ പറഞ്ഞത് മോശം. ഇപ്പൊ എനിക്കിതൊന്നും അറിയില്ല, അതിനോട് ഫസ്റ്റ് ഞാൻ പറയുന്നൊരു കാര്യമാണ്, എനിക്ക് ഒന്നും അറിയില്ല. ഓക്കെ, ഞാൻ എന്റേതായ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ചിലപ്പോ നിങ്ങൾ ഞങ്ങൾക്കും അറിയില്ല മിസ് ഇവര് തമ്മിലുള്ള പ്രശ്നം എന്താന്ന്. ഇവര് പറയുമ്പോ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്ത് വന്നപ്പോഴാണ് സംഭവം ഞങ്ങൾ തന്നെ അറിയുന്നത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഞങ്ങളതാ അറിയിക്കേണ്ടിയിരിക്കുക. അവർ പേഴ്സണലായിട്ട് കണ്ടിട്ട് ഓരെന്നെ പറഞ്ഞു തീർത്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ അതിന്റെ വിഷയം വരില്ല. എന്തെങ്കിലും അത് ഓപ്പൺ ആയിട്ട് പറയൂ. ആരെങ്കിലും ചെയ്ത മിസ്റ്റേക്ക് ആണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യൂ. ഞാനൊരു മിസ്റ്റേക്ക് ചെയ്തു, എനിക്ക് തോന്നിയാണെങ്കിൽ ഞാൻ ചെയ്തതിന്റെ മിസ്റ്റേക്ക് ആണോ എന്ന് പറഞ്ഞിട്ട് സോറി പറഞ്ഞാൽ തീരും. അത് അക്സെപ്റ്റ് ചെയ്യുക. സോറി പറയുമ്പോൾ അത് അക്സെപ്റ്റും ചെയ്യുക. സോ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പറഞ്ഞു തീർക്കും കേട്ടോ. മനസ്സിലൊന്നും വെക്കരുതേ. ഓക്കെ, മറക്കരുത്. ഇത് ലൈഫ് ലോങ് വേണ്ട ഒരു കാര്യമാണ്. മനസ്സിലൊന്നും വെക്കാൻ പാടില്ല. നമ്മള് ഇപ്പോ ഒരാള് നമ്മളോട് തെറ്റ് ചെയ്തെന്ന് വിചാരിക്കും, അതേപോലെ തന്നെ നമ്മളും പെരുമാറുകയാണെങ്കിൽ അവരും നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസമാണ്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. വലിയ വ്യത്യാസം ഉണ്ടോ? ഇല്ല. നമ്മൾ ഒരേപോലെയായി. പക്ഷെ എന്തുണ്ടെങ്കിലും നമുക്കൊരു നമ്മുടെ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതിൽ നിൽക്കാൻ നോക്കാം കേട്ടോ. ഏറ്റവും നല്ലത് അങ്ങനെയാണ്. പിന്നെ എക്സ്പെക്ടേഷൻ വേണ്ട, ഒരു കാര്യത്തിലും എക്സ്പെക്ടേഷൻ വേണ്ട. അത്
ഞാൻ കുറെ എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ്. ഞാനും ഇങ്ങനെയൊക്കെ തന്നെയായത്. എനിക്ക് ഈഗോ എന്ന് പറയുന്ന സാധനം ഒരുപാട് ഉണ്ടായിരുന്നു. മനസ്സിലായോ? പിന്നീട് കുറെ കഴിഞ്ഞ് കുറെ എക്സ്പീരിയൻസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ എന്തിനാണ്. കുറെ റിയലൈസ് ചെയ്യുക, എല്ലാം കാര്യങ്ങളും നമ്മൾ റിയലൈസ് ചെയ്യാം. ലൈഫ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ ഈ ഒരു കൊല്ലം എന്ന് പറയാനില്ല, നിങ്ങൾ ഈ ബാച്ച് തുടങ്ങി എന്ത് രസമായിരുന്നു ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ പുറകോട്ട് കൊണ്ട് ചിന്തിക്കണം കേട്ടോ. എപ്പോഴും നമ്മൾ മുന്നോട്ട് മാത്രം പോകരുത്. എപ്പോഴും ബാക്കോട്ടൊന്നും ആലോചിക്കുക. നമ്മൾ എങ്ങനെ ആയിരുന്നു എന്ന് ചിന്തിക്കണം. മാം ശരിക്കും പറഞ്ഞ അന്ന് മാം ക്ലാസ്സിൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് വന്നപ്പോ സ്നേഹ ലെഫ്റ്റായി പോയി. അപ്പൊ മാം ആവശ്യപ്പെട്ടു ഇതുപോലെ എല്ലാവരോടും പറയാൻ ഗ്രൂപ്പില്, നിങ്ങൾ ഒന്ന് പറയണേന്ന്. റേച്ചൽ എന്ത് ചെയ്തു, ഗ്രൂപ്പിൽ ചോദിച്ചു. അപ്പൊ സ്നേഹ തിരിച്ച് എന്ത് നീ CBI ആണോ, അങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് വന്നപ്പോഴാണ് ഞാൻ ഒന്ന് ജസ്റ്റ് ചോദിക്കാൻ പോയത് സജനയോട്, പറയാമോ അത് മാം ചോദിക്കാൻ പറഞ്ഞിട്ടല്ല അവള് ചോദിച്ചത്. ഈ ഒരു വാക്ക് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അന്ന് സ്റ്റാർട്ടായ പ്രശ്നമാണ്. ഒരു ഗ്രൂപ്പ് അങ്ങോട്ട് ഫോമായി, അവർക്ക് ഇഷ്ടമുള്ളവര് വേറെ ഇതില്. എനിക്കറിയില്ല മാം, ഞാനിത് ചോദിക്കാൻ പാടില്ലായിരുന്നു എന്ന് ഇപ്പൊ ഞാൻ ചിന്തിക്കുകയാണ്. നമുക്കിത് വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. ആ ഒറ്റ വാക്കിലാണ് ഇപ്പൊ ഇങ്ങനെ സത്യം പറഞ്ഞ ഇത്രയും ഇതായത്. ആ ഒരു ഞാൻ പറയാം കേട്ടോ. കാരണം സ്നേഹ ഇത് ക്ലാസ് റെക്കോർഡ് ക്ലാസ് ആണ് കേട്ടോ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും കേൾക്കും, എല്ലാവരും അറിയുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾ ആലോചിക്കണം കേട്ടോ. അപ്പോ ഞാൻ എന്റെ ക്ലാരിഫിക്കേഷൻ പറയാം. നമ്മുടെ ടീച്ചർ ഒരു ടോപ്പിക് തന്നു, എല്ലാവരും അവരുടേതായ ഇമോഷണൽ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോഴും എല്ലാവരും എടുക്കുന്നുണ്ട്. എനിക്കും ചിലപ്പോ ഞാനത് കുറ്റമായിട്ട് ഒന്നുമല്ല പറയുന്നത്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ ആരെയും കുറ്റം പറയുന്നല്ല. കാരണം നമുക്ക് എന്തെങ്കിലും ഒപ്പീനിയൻ പറയാലോ. അല്ലെ, ഒപ്പീനിയൻ പറയാം. അപ്പോ ഞാൻ പറഞ്ഞൊരു കാര്യം സ്നേഹന അപ്പോഴും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തു. കാരണം ഒരുപാട് റെഫർ ചെയ്ത് ക്ലാസ് എടുത്താണ്. ഒരുപാട് എഫേർട്ട് സ്നേഹ അതിൽ എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആ ഒരു പ്രൊപ്പോസിഷനെ കുറിച്ചും ഒരുപാട് പല പല കാര്യങ്ങൾ പറഞ്ഞതിൽ തെറ്റുണ്ടെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല. അത്യാവശ്യം നല്ലോണം എഫേർട്ട് എടുത്താ പറഞ്ഞു. ഓക്കെ, പക്ഷെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാല്, അങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ സ്നേഹിതനെ കുറിച്ച് ഒരുപാട് അറിയാം. നല്ല ധാരണയുണ്ട് സ്നേഹിക്ക്. അത്യാവശ്യം നോളജ് ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും അറിയാത്തവരോട് അത്രയും കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, മനസ്സിലാക്കണമെന്നില്ല. ആ ഒരു പോയിന്റ് മാത്രമാണ് ഞാൻ അന്ന് പറഞ്ഞത്. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു സ്നേഹം നെഗറ്റീവായിട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ലെഫ്റ്റ് ആയി എന്ന് എനിക്ക് തോന്നി. എനിക്ക് എന്റെ ഉള്ളിൽ തോന്നിയ കാര്യം ഞാൻ ഇപ്പൊ തന്നെ ഒരു ക്ലാസ്സിൽ പറഞ്ഞു. സ്നേഹിക്ക് ചിലപ്പോൾ അങ്ങനെ നെഗറ്റീവായിട്ട് തോന്നും. അവിടെ ഇപ്പോൾ ക്ലാസ് കണ്ടാൽ സ്നേഹിക്ക് അത് മനസ്സിലാവും, കറക്റ്റായിട്ട് മനസ്സിലാവും. തോന്നിയിട്ടുണ്ടാവും. നിങ്ങളൊന്ന് ചോദിക്കണം കേട്ടോ. എല്ലാവരോടും പറഞ്ഞു, ശ്രുതിയോട് മാത്രമല്ല എല്ലാവരോടും പറഞ്ഞു, ചോദിക്കുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയൂ കേട്ടോ എന്ന് പറഞ്ഞു. പിറ്റേ ക്ലാസ്സിൽ ഞാൻ വന്നപ്പോൾ ഞാൻ പിന്നെയും അത് എടുത്തിട്ടു. നിങ്ങൾ സ്നേഹയോട് പറഞ്ഞോ, സ്നേഹയുണ്ടോ, ക്ലാസ്സിലുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചു. കാരണം എനിക്കത് തോന്നി. അതൊന്ന് ക്ലിയർ ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പൊ സ്നേഹം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയാൻ പറഞ്ഞ് ചോദിച്ചതാണ്. അല്ലാതെ അതിന് വേറൊരു പ്രശ്നങ്ങളും ഒന്നുമില്ല. ഓക്കെ, അപ്പൊ സ്നേഹം കേൾക്കുന്നുണ്ടെങ്കിൽ കേൾക്കാം. ഓക്കെ, അപ്പൊ എനിക്കൊരു കാര്യം പറയാറുണ്ട്. ഓക്കെ, ഞാൻ ആ ക്ലാസ് എടുത്ത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്ക് ഹെൽത്ത് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ലെഫ്റ്റായി പോയെന്ന് ഞാൻ കാര്യം പറഞ്ഞു. പക്ഷെ അതില് ഞാൻ ഇപ്പൊ എന്റെ പേരെടുത്തിടുന്ന പോലെ ഞാൻ ഇപ്പൊ റെക്കോർഡ് ക്ലാസ് കൊണ്ട് ഞാൻ അയാളെ പേരെടുത്ത് പറയുന്നില്ല. എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യുന്നു, കുറെ അപ്രീസിയേഷൻ ഒക്കെ എനിക്ക് തന്നു. അതിനുശേഷം ഇദ്ദേഹം ഗ്രൂപ്പിൽ കുറെ ആൾക്കാരുണ്ടല്ലോ, എന്നാൽ അവർക്ക് പേഴ്സണലായിട്ട് തന്നെ എന്നോട് ചോദിക്കാമായിരുന്നു. പിന്നെ എന്നോട് ചോദിച്ചതെന്ന് വെച്ചാല് ക്ലാസ്സിൽ വീഡിയോ ഓഫ് അല്ലേ, സൗണ്ട് മ്യൂട്ട് അല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? ഞാൻ അത്രയും ഹെൽത്ത് വൈസ് ആയിട്ട് ഇറിറ്റേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു എനിക്ക്. ഞാൻ ഇൻഹേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഞാൻ എന്റെ ഭാഗം ഞാൻ പറഞ്ഞു കൊടുത്തത് എനിക്ക് പെട്ടെന്ന് ഞാൻ കുറെ സമയം ആ ഒരു 10 മിനിറ്റ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചത് കൊണ്ട് എനിക്ക് ഇപ്പോഴും എന്റെ സൗണ്ട് കേട്ട് എനിക്ക് മനസ്സിലാവും. സോ എനിക്ക് അത്രയും ഇപ്പോഴും ഉണ്ട്. ഞാനൊരു ബുഡാമേറ്റ് എന്ന് പറഞ്ഞ ഒരു മരുന്നിന്റെ 400 mg അത്രയും ഡോസ് ആയിട്ടുള്ള ഒരു മരുന്ന് ഇൻഹേൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാവിലെയും രാത്രിയും. പോരാതെ ഒരു 4 ടാബ്ലറ്റ്സ് അതിന്റെ കൂടെ ഞാൻ കഴിക്കുന്നുണ്ട്. അപ്പൊ ഞാനിത് കൺസ്യൂം ചെയ്യുന്ന സമയത്തും ഇവർ പിന്നെ എന്നെ ഇങ്ങനെ ഒരുതരം എനിക്കൊരു ഇറിറ്റേഷൻ തന്നെയാണ്. എനിക്ക് 180 പ്രഷറും ഉണ്ട്, ഹൈ പ്രഷറും ഉള്ള സമയമാണ് എനിക്ക്. അപ്പൊ ആ സമയത്ത് എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തുകൊണ്ട് അവള് എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ചില്ല, ഞാൻ ചോദിക്കായിരുന്നു. പിന്നെ എന്നോട് ചോദിക്കുന്നത് ഗ്രൂപ്പിലേക്ക് എടുത്ത് വന്നു ചോദിക്കുകയാണ്, പിന്നെ വീഡിയോ ഓഫ് അല്ലേ, സൗണ്ട് മ്യൂട്ട് അല്ലേ, അതെന്തിനാ അങ്ങനെ ചെയ്തേ, മാമിനെ ഇൻസൾട്ട് ചെയ്തില്ലേ? ഞാനും ഇത്രയും കാലം പഠിച്ചൊരു വ്യക്തിയാണ്. എനിക്കറിയാം എന്നെ പഠിപ്പിക്കുന്ന ടീച്ചറെ എങ്ങനെ പിന്നെ കാണണം എന്നുള്ളത് എനിക്കറിയാം. ഒരിക്കലും ഞാൻ ഇൻസൾട്ട് ചെയ്തതല്ല. അത് മനസ്സിലാക്കാതെ പബ്ലിക് ആയിട്ട് കൊണ്ടുപോയിട്ട് എന്റെ പേഴ്സണൽ കാര്യം എടുത്ത് പബ്ലിക് ആയിട്ട്.
അതിന് ഞാൻ ചോദിച്ചു എന്തിനാ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യം എന്താ? ഞാൻ എന്റെ കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു എന്തുകൊണ്ടാണ് ലെഫ്റ്റ് ആയെന്നുള്ളത് ഞാൻ പറഞ്ഞു തീർന്ന കാര്യമാണ് അവിടെ. അത്രേ ഉള്ളൂ മാം. ഞാനത് പറഞ്ഞു. കാരണം നമ്മളെ സിറ്റുവേഷൻ ആദ്യം മനസ്സിലാക്കണം, ഏത് അവസ്ഥയിലാണ് ഇരിക്കുന്നത്. പിന്നെ വെച്ചാൽ ഗ്രൂപ്പിൽ ആക്റ്റീവ് ആകത്തെന്ന് വെച്ചാൽ മനുഷ്യനെല്ലാം ഒരുപോലെ ആയിരിക്കണമെന്നില്ല. കാരണം ഞാൻ ഈ ഒരു അവസ്ഥയും മാനേജ് ചെയ്യുന്നുണ്ട്. ഒരു 1.5 വയസ്സുള്ള കുട്ടിയുണ്ട്, 3 വയസ്സുള്ള കുട്ടിയുണ്ട്. അവരെന്തായാലും എനിക്ക് മാനേജ് ചെയ്യണം. കൂടെ എപ്പോഴും കുറെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാല് അമ്മയ്ക്കല്ലേ നമുക്കുള്ള മക്കളെ ശരിയായ രീതിയിൽ നോക്കാനും പിടിക്കാനെല്ലാം കൺട്രോൾ ചെയ്യാനെല്ലാം പറ്റുള്ളൂ. അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അവര് പറഞ്ഞ സമയത്ത് എനിക്ക് ഇപ്പൊ ആക്റ്റീവ് ആകാൻ എനിക്ക് പറ്റുന്നു. എനിക്കിനി ആക്റ്റീവ് ആകാനും പറ്റില്ല. കാരണം ഞാൻ അത്രയും ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഹെൽത്ത് വൈസ് ആയിട്ട്. അതാണ് എനിക്ക് ഇപ്പം പറയാനുള്ളത്. ഞാൻ ഇപ്പൊ 3 പ്രാവശ്യം ഞാൻ ചെക്കപ്പിന് പോകുന്നു. അതിൻ്റെതായിട്ടുള്ള സ്കാനിങ്ങും കാര്യമൊക്കെ ഇപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ മരുന്നും എടുത്തുകൊണ്ടേ ഇരിക്കുമ്പോൾ ഇങ്ങനെ ലെവൽ കൂടി വരുന്നുണ്ടോ എല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഓരോ കാര്യം സംസാരിക്കുന്ന സമയത്തില് നമ്മൾ ഇരിക്കുന്ന സിറ്റുവേഷൻ നമ്മൾ എങ്ങനെയാണെന്നുള്ളതും കൂടി അവർ മനസ്സിലാക്കണം ചോദ്യം ചെയ്യുന്ന സമയത്ത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഓക്കെ സ്നേഹ, ഹെൽത്ത് ഓക്കെ അല്ലാന്ന് പറഞ്ഞു, അധികം ഇതാക്കണ്ട കേട്ടോ. അതിപ്പോ അല്ല മാം, അല്ല ഞാൻ ഇപ്പം പറഞ്ഞ വെച്ചാല് എന്റെ പേര് മെൻഷൻ, കാരണം ഒന്ന് ചിന്തിക്കേണ്ടത് ഇത് റെക്കോർഡ് ക്ലാസ് ആണ്. അപ്പോ എന്റെ പേര് മെൻഷൻ ചെയ്തുകൊണ്ട് ഞാനിപ്പോ അതിന് റിപ്ലൈ തന്നേ ഉള്ളൂ. സ്നേഹ ഇപ്പൊ ഓക്കെ ആണോ? ഇല്ല ഞാൻ ഓക്കെ അല്ല. ഞാനിപ്പോ ഇൻഹേൽ ചെയ്തിട്ട് ഇരിക്കുകയാണ്. അതെ, ഓക്കെ അല്ല, ഹെൽത്ത് വൈസ് ഓക്കെ അല്ല. ഞാൻ ഇപ്പോഴും മരുന്ന് ഇൻഹേൽ ചെയ്തിട്ട് ഇരിക്കുകയാണ്. എന്നാ പണ്ട് അത്രയും ഷിവറിങ് വരുന്ന സമയമാണ്. മരുന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ്സിനുള്ളിൽ എനിക്ക് ഷിവറിങ് സ്റ്റാർട്ട് ചെയ്യും. അത്രയും ഹൈ ഡോസ് ഉള്ള മരുന്നാണ് ഞാൻ വലിച്ചുകൊണ്ടിരിക്കുന്നത്. സ്നേഹ അത് പറഞ്ഞപ്പോ നമ്മൾ പറയുമ്പോഴാണ് കേട്ടോ കാര്യങ്ങളൊക്കെ മനസ്സിലാവുക. അതാ പറഞ്ഞത്. കാരണം വെച്ചാല് ഒരാള് അങ്ങനെയല്ല മാം, ഞാൻ പറയേണ്ടത് വെച്ചാല് ഒരാൾ ഇരിക്കുന്ന സിറ്റുവേഷൻ അവരുടെ ബാക്ക്ഗ്രൗണ്ട് കൂടി ചിന്തിച്ചിട്ട് വേണം പബ്ലിക് ആയിട്ട് ഒരു സംഭവം എടുത്തിടാൻ. അതെല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്. ഏത് അവസ്ഥയിൽ ഇരിക്കുന്നതാണ് ഒന്നും അവർ ചിന്തിക്കില്ല. പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്ത് നല്ല രീതിയിൽ സംസാരിച്ചു പെട്ടെന്ന് ഗ്രൂപ്പിലേക്ക് എടുത്തിടുക. ചിന്തിക്കാനേ ഇല്ല. എന്തുകൊണ്ട് അവർക്ക് ആ സമയത്ത് എന്നോട് പേഴ്സണലായിട്ട് ചോദ്യം എന്തുകൊണ്ട് മാമിനെ ഇൻസൾട്ട് ചെയ്ത് അതിന്റെ ആവശ്യം എനിക്കില്ല. അതിനെ ചിന്തിക്കേണ്ട കാര്യം സത്യം തോന്നിയത്. നമ്മൾ മനസ്സിപ്പോഴും ചിന്തിക്കാത്ത കാര്യം പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചൂടാകും. എനിക്ക് ആ ഒരു സമയം കൂടി ആയതുകൊണ്ട് ഞാൻ അതിലും ടെമ്പറായി മാറി ഞാൻ. പക്ഷെ അത് അവിടെ തീർന്ന കാര്യം. പിന്നെ എന്നെ എന്തിനാ വിളിച്ചിടുന്ന കാര്യം എനിക്കറിയില്ല. ഞാൻ ഇപ്പോഴും പറഞ്ഞു, എന്നോട് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആവാൻ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ആ സ്പോട്ടിൽ തന്നെ ലെഫ്റ്റ് ആയത്. ഓക്കെ മാം, അതും കൂടി എനിക്ക് ഇവിടെ മെൻഷൻ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഓ സ്നേഹ, പിന്നെ ഒരു കാര്യം, എനിക്ക് ഇൻസൾട്ട് ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ, അതൊന്നുമില്ല. പിന്നെ എനിക്ക് ഒരു കാര്യം, ഇനി എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സ്നേഹ ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറയാൻ കേട്ടോ. ഓക്കെ സ്നേഹ? ഒരിക്കലും പാടില്ല മാം. കാരണം മാം ഉള്ളതുകൊണ്ട് നമ്മൾ പഠിക്കുന്നത്. കാരണം ഞാൻ അതിനുശേഷം ഞാൻ അത്രയും മാമിനെ എന്താ പറയണ്ട, നമ്മളൊരു ടീച്ചർ എന്നുള്ളതിനെ കാട്ടി കൂടുതൽ ഇപ്പൊ ഒരു ഫ്രണ്ട്സിനെ പോലെയാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. എന്ത് വേണമെന്നല്ല, നമുക്ക് ആ ഒരു അറ്റാച്ച്മെന്റ് കൂടുതലുള്ളത് ടീച്ചറോട് തന്നെയാണ്. കാരണം വെച്ചാല് എന്തും പറയാലോ. പക്ഷെ ചിലത് നമ്മൾ മനസ്സിലാക്കണം, ഓരോരാൾ ഏത് ബാക്ക്ഗ്രൗണ്ടിലാണ് ഉള്ളത് എന്നുള്ളതും കൂടി ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഒരാളോട് പറയാം. കാരണം വെച്ചാൽ ഇപ്പൊ എന്തായാലും ഒരു 10-30 വയസ്സുള്ള അത്രയും മെച്യൂർഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ ആയിരിക്കുമല്ലോ ഇതിന് പഠിക്കാൻ വേണ്ടി വരുന്നതും. അപ്പൊ അതൊന്ന് ചിന്തിക്കണം ഓരോ കാര്യങ്ങൾ എടുത്ത് പറയുമ്പോഴും ചെയ്യുമ്പോഴും. പേഴ്സണൽ ആയിട്ട് അങ്ങനെയല്ല മാം. ഇപ്പൊ എന്നെ കൊണ്ട് പറഞ്ഞോട് ഞാൻ പറഞ്ഞു, പേഴ്സണൽ ആയിട്ട് അയച്ച മെസ്സേജ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അതൊന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ നമ്മൾ കാര്യം പറഞ്ഞാല്. ഓക്കെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇനിയിപ്പോ സ്നേഹിനെ എല്ലാവരും മനസ്സിലാക്കോട്ടോ. ആ ഒരു മുന്നൊന്നും വേണ്ട, അതൊക്കെ പോട്ടെ, കഴിഞ്ഞു, എല്ലാം പറഞ്ഞു തീർന്നു. ഞാനും കുറച്ച് സോറി ഒക്കെ പറഞ്ഞു. ഇതൊക്കെ ഒരിക്കലും സോറി പറയാനേ പോലെ. കാരണം എല്ലാരും അപ്രിസിയേറ്റ് ചെയ്ത ഒരു കാര്യമാണ് ഞാൻ ഇന്ന് ക്ലാസ് എടുത്തത്. പക്ഷെങ്കിൽ ലാസ്റ്റ് ചാൻസിൽ ഞാൻ ലെഫ്റ്റ് ആയി പോയത്, പിന്നെ സ്റ്റോറി പോയ പോക്ക് വേറൊരു ലെവലായിരുന്നു. ഞാൻ മാമിനെ ഇൻസൾട്ട് ചെയ്തു, പിന്നെ കഥയങ്ങ് മെനയാണ്. ഞാൻ കാരണമായിരിക്കും കേട്ടോ. ഞാനാണ് പറഞ്ഞു, ഇനി സ്നേഹത് ബുദ്ധിമുട്ടായോ ഞാനെന്ന ക്ലാസ്സിൽ പറഞ്ഞത് കേട്ടോ. ഒരിക്കലില്ല. കാരണം വെച്ചാല് അങ്ങനെയാണെങ്കിൽ എനക്കും ചോദിക്കായിരുന്നു. കാരണം വെച്ചാൽ ഞാൻ ആ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് 3-4 ആൾക്കാർ ലെഫ്റ്റ് ആയി പോയിന്. ഇതിന് എന്തുകൊണ്ട് എന്നോട് ചോദിച്ച വ്യക്തി അവരുടെ പിറകെ പോയില്ല? നിങ്ങൾ എന്തുകൊണ്ട് ലെഫ്റ്റ് ആയി പോയില്ല എന്ന് ചോദിച്ചില്ല? എത്ര പേര് ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ ലെഫ്റ്റ് ആയി പോകുന്നുണ്ട്, എന്തുകൊണ്ട് പോയില്ല?
ശരി ശരി. അല്ല സ്നേഹ, പക്ഷെ അത് എനിക്ക് മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഞാനാണ് അത് തുടങ്ങിയത്. ഓക്കെ, ബാക്കി ആരും അതിലൊന്നും പറയണ്ട. എന്റെ മിസ്റ്റേക്ക് ആണ്. ഞാനാണ് ക്ലാസ്സിൽ പറഞ്ഞത്. ചിലപ്പോൾ സ്നേഹ അത് ബുദ്ധിമുട്ട് ആരുണ്ടാവും എന്ന് ചോദിച്ച ആള് ഞാനാണ് കേട്ടോ. അപ്പൊ അതിന്റെ പേരിലാണെങ്കിൽ അത് നമുക്ക് വേണ്ട. ഞാൻ സോറി പറഞ്ഞു, അത് നമുക്ക് അവസാനിക്കാം. ഇനി ആർക്കും ബുദ്ധിമുട്ടോ ഒന്നും വേണ്ട ക്ലാസ്സില്. ഓക്കെ. ശ്രുതി എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോ ഈ സ്നേഹയുടെ ഹെൽത്ത് ഇഷ്യൂസ് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അവളെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞത്. അപ്പോ റേച്ചലിന്റെ ഭാഗത്ത് നിന്ന് അവള് സംസാരിച്ചു, ഞാൻ സ്നേഹയുടെ ഭാഗത്ത് നിന്ന് സംസാരിച്ചു. അപ്പൊ വന്ന അതവിടെ തീർത്തതാണ്. പേഴ്സണലായിട്ട് സംസാരിച്ച് അത് തീർത്തതാണ്. പിന്നെ അത് ഗ്രൂപ്പിൽ വന്നപ്പോ വേറെ തരത്തിലൊക്കെ ആയിപ്പോയി. അത് എന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കേ. ശ്രുതിനോട് ഞാൻ സോറി പറയാം. അങ്ങനെ ഒരു തരത്തിലുള്ള വേറെ ബുദ്ധിമുട്ടുകളോ എനിക്ക് ആരോടും വിഷമോ എനിക്ക് ദേഷ്യമോ. ഒരു കാര്യം പറയണ, സ്നേഹയുടെ ഇത്രയും ഹെൽത്ത് ഇഷ്യൂസ് ഇന്ന് ഇപ്പൊ ആള് ക്ലാസ്സിൽ പറഞ്ഞപ്പോഴാണ് സത്യം പറയല മോസ്റ്റ് ഓഫ് നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഇന്നാണ് കാര്യം അറിയുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇത്രയും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ ഇന്ന് അറിയുന്നത്. സോ ഇങ്ങനെ ഒരാൾ വന്ന് പറയുമ്പോ ഇനിയും നമ്മൾ അയാളെ അങ്ങനെ ആരും പോവില്ല. അപ്പോ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മൾ ആരെയും ഇപ്പൊ ഈ ക്ലാസ് ആയതുകൊണ്ട് പറഞ്ഞല്ലോ കേട്ടോ. ഇനി അങ്ങോട്ട് നമ്മൾ ഒരാളെയും നമ്മൾ അങ്ങനെ ഹേർട്ടാക്കിയല്ല, ഒരാളോട് അങ്ങനെ പറയരുത്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എക്സ്ക്യൂസ് മീ മാം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാരണം വെച്ചാല് ഞാൻ അന്ന് ആ ഒരു ഇത് ഉണ്ടായ സമയത്ത് മാമിനെ ഇൻസൾട്ട് ചെയ്തൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അത്രയും ഹെൽത്ത് വൈസ് ആയിട്ട് ഡൗൺ ആയിരിക്കുന്ന സമയമാണ്. ഞാൻ അത് ഗ്രൂപ്പിൽ തന്നെ, അവള് ഗ്രൂപ്പിൽ എന്നോട് മെസ്സേജ് ചെയ്ത സമയത്ത് ഞാൻ അത് മെൻഷൻ ചെയ്ത കാര്യമാണ് ഗ്രൂപ്പിൽ. എനിക്ക് ഇങ്ങനെ വയ്യ. ഞാൻ അന്ന് ആ മാം ക്ലാസ് എടുക്കുന്നതിന്റെ തലേന്ന് രാത്രി ഞാൻ ഒരു 12:30 ആ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു 2 o'clock ആകുമ്പോഴാണ് ഞാൻ റിട്ടേൺ ആയത്. ഞാൻ ആ സമയത്ത് 2 ടൈം ആയിട്ട് നെബിലൈസേഷൻ ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒക്കെ ഞാൻ ആ ഇതിൽ പിന്നെ ഗ്രൂപ്പിൽ ഞാൻ പറയുകയും ചെയ്ത കാര്യമാണ്. എന്നിട്ടും എന്നെ ഒരു തരം എന്നാ പറയണ്ടേ, ഇറിറ്റേറ്റ് ചെയ്യുന്ന പോലെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് പോവാണ്. ഒരു ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ മറ്റൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ എന്നാ പറയാ, ഏതൊരാളായാലും നമ്മൾ പൊട്ടിത്തെറിച്ച് പോകും, ഷൗട്ട് ചെയ്ത് പോകുന്ന അങ്ങനത്തെ ഒരു സംഭാഷണമാണ് അവിടെ ഉണ്ടായിരുന്നത് ഗ്രൂപ്പിൽ. ഞാൻ പറഞ്ഞിട്ടില്ല എന്നല്ലാതെ ഞാൻ ഗ്രൂപ്പിൽ അത് മെൻഷൻ ചെയ്ത കാര്യമാണ്. പിന്നെ ഇപ്പൊ ലാസ്റ്റ് ഡേ ആ ഇത് സെയിം സംഭവം തന്നെ, എന്തോ ഒരു സംഭവം സ്നേഹയുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ട് ഗ്രൂപ്പിൽ ഒരാൾ മെസ്സേജ് കിട്ടും. അപ്പൊ അതിന് റിപ്ലൈ വന്ന് റെക്കോർഡ് ക്ലാസ് കണ്ടു നോക്കൂ, എന്നേരം മനസ്സിലാകും എന്താണ് പ്രശ്നം എന്നുള്ളത്. ഞാൻ എനിക്ക് ചോദിച്ചു, ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിയ. അതിനുശേഷം ഞാൻ ഗ്രൂപ്പിലും കയറിയിട്ടില്ല, ക്ലാസ്സിലും ഞാൻ മിണ്ടാറേ ഇല്ല. കാരണം ഞാൻ വാ തുറന്നാൽ അത് എല്ലാവരും പറയും നെഗറ്റീവ് ആയിട്ട് എടുക്കുന്നത്. ഒരു കാര്യം പറഞ്ഞുകൂടാ, ഇതും ഗ്രൂപ്പിൽ പറഞ്ഞ കാര്യമാണ് മാം, അതും കൂടെ എനിക്ക് പറയണമെന്നുണ്ട്. കാരണം വെച്ചാൽ ഞാനൊരു കാര്യം പറയുമ്പോൾ അത് നെഗറ്റീവ് ആയിട്ട് എടുക്കുന്നു. അത് ആ ടോണിലേക്ക് എടുക്കുന്നുണ്ടെന്ന് അവർക്ക് അങ്ങനെ തോന്നുന്നത്, നെഗറ്റീവ് ആയിട്ട് കാര്യം പറഞ്ഞൂടാ. അതുകൊണ്ട് ഞാൻ ഗ്രൂപ്പിലും ആക്റ്റീവ് ആയിട്ടില്ല, ക്ലാസ്സിലും ഞാൻ മിണ്ടാറില്ല. ക്ലാസ് ഓൺ ചെയ്ത് അവിടെ വെക്കും, ഞാൻ ക്ലാസ് കേൾക്കും. ക്ലാസ് കഴിയുമ്പോൾ ഞാൻ ലെഫ്റ്റ് ആയിട്ട് അങ്ങ് പോകും. അപ്പോ അതങ്ങനെ പറഞ്ഞു. സ്നേഹയുടെ പ്രശ്നം കാണണ്ടെങ്കിൽ റെക്കോർഡ് ക്ലാസ് എടുത്ത് നോക്കുന്നു. ഞാൻ അത് ഈ പറയുന്ന വ്യക്തിയുടെ പേഴ്സണലായിട്ട് ഞാൻ മെസ്സേജ് കൊടുക്കും, എന്താണ് പ്രശ്നം എന്ന്. അപ്പൊ ആ മെസ്സേജ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഗ്രൂപ്പിലേക്ക് ഇട്ടു. അതെന്തിന്റെ ആവശ്യം? എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്പാടെ ഞാൻ പേഴ്സണലായിട്ട് ചാറ്റ് ചെയ്താൽ എനിക്ക് അതിന് റിപ്ലൈ തരികയാണ് വേണ്ടത്. പക്ഷേ ഇവിടെ സ്നേഹയുടെ പ്രശ്നമല്ല, ഞാനായിരുന്നു പ്രശ്നം കേട്ടോ. ഞാനാണ് സ്റ്റോറി വേറെ ലെവലിലേക്ക് പോയത്. ആണ് ഞാൻ ഇപ്പോഴും ഞാൻ പറഞ്ഞു. കാരണം വെച്ചാൽ എനിക്ക് ഒന്നിനും കഴിയും. ഞാൻ വാ തുറന്ന നെഗറ്റിവിറ്റി ആണെന്ന് സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരാണ് എനിക്ക് ചുറ്റിലുള്ളത്. അതുകൊണ്ട് എനിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ആൻസർ ചെയ്യും, അവിടെ നിൽക്കും. അങ്ങനെയല്ല മാം, എന്നോട് ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞ ആൾക്കാരാണ് ഗ്രൂപ്പിലുള്ളത്. അതുകൊണ്ട് ഞാൻ ഇതുവരെ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല, ഗ്രൂപ്പില് വിട്ടുപോകുന്ന ആരും പറഞ്ഞിട്ടില്ല. നീ തന്നെ എന്നോട് പറഞ്ഞ ഇത് ഒരുപാട് വലിയ പ്രശ്നമാക്കല്ലേ. ഓക്കെ, ചെറിയ കാര്യങ്ങളാവുള്ളൂ, ചെറിയ കാര്യങ്ങളാണ്. അത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നു ഇത്രയും കണ്ടിട്ട് എനിക്ക് മനസ്സിലായി ഞാനായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് അവസാനിക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ സ്നേഹ കുറച്ച് സംസാരിക്കുന്നുണ്ട്, ബാക്കി എല്ലാവരും സംസാരിക്കും, സ്നേഹയോട് സംസാരിക്കും. സ്നേഹിക്കും പറയാനുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാം. ഓക്കെ, പരസ്പരം ഒന്ന് കേൾക്കാം, ഏറ്റവും നല്ല കാര്യമാണ്. സ്നേഹിക്ക് പറയാനുള്ളത് ഓപ്പോസിറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കിട്ട് ഇതൊന്ന് സോൾവ് ചെയ്യാം കേട്ടോ. എന്റെ സൈഡിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സോറി പറയാണ്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത് കേട്ടോ. ക്ലാസ്സിൽ വരുമ്പോ എനിക്ക് അറിയാൻ പറ്റും. ഓക്കെ മാം, അത് ചോദിച്ചത് ആ പ്രോബ്ലം ആയത് ശരിയാണ്. ഞാൻ ചോദിച്ചാണ് ആ പ്രോബ്ലം ആയത്. എനിക്കത് മനസ്സിലായി. ഞാൻ പറഞ്ഞു സോറി, ഞാൻ അങ്ങനെ ആ രീതിയിൽ ഒന്നും പറഞ്ഞല്ല, എന്റെ മണ്ടത്തിലാണ്.
ഓക്കെ ഈ ആഡ് ചെയ്തു. ഓക്കെ ഓക്കെ. അപ്പൊ ഞാനാണ് പ്രശ്നം ഉണ്ടാക്കിയത് കേട്ടോ. അപ്പൊ എന്റെ പേരിലാണ് തെറ്റ്. അപ്പൊ അങ്ങനെ വിചാരിക്കുക. സ്നേഹിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ചോദിക്കാൻ പറഞ്ഞു, നിങ്ങളത് ചോദിച്ചു. പക്ഷെ ഞാനിങ്ങനെ ചോദിക്കാൻ പറഞ്ഞേ. അപ്പൊ എന്റെ അല്ലേ പ്രോബ്ലം. ഓക്കെ, അപ്പൊ അതങ്ങനെ വിടും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സോൾവ് ചെയ്യാം. അപ്പൊ എന്റെ തെറ്റാണ്. ഞാൻ എപ്പോഴും പറയാണ് ഞാനാണ് പ്രോബ്ലം. ഓക്കെ, പറഞ്ഞത് കൊണ്ട് അങ്ങനെയൊന്നും ഇല്ല. സ്നേഹം സംസാരിക്കും കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും, കൂളായിട്ട് സംസാരിക്കും കേട്ടോ. ആരും റേസ് ചെയ്യരുത്. കൂളായി സമാധാനത്തോടെ സംസാരിച്ചിട്ട് സോൾവ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ എല്ലാവരും ഓക്കെ ആയിരിക്കണം. ഓക്കെ, ഞാൻ എന്റെ പറഞ്ഞു ഞാനാണ് തെറ്റ്. ഓക്കെ, അപ്പൊ അത് തീർന്നു. ബാക്കിയൊക്കെ നിങ്ങൾ സംസാരിക്കൂ കേട്ടോ. ഓക്കെ ആണല്ലോ? ഞാൻ അൺമ്യൂട്ട് ചെയ്യുന്നില്ല, അൺമ്യൂട്ട് ചെയ്തൊന്നും എത്തില്ല. ടൈം ഒരുപാടായി. ഓക്കെ, അപ്പൊ എല്ലാവരും ഓക്കെ ആവണം. ഞാനായിട്ട് തുടങ്ങിയ പ്രശ്നം ഞാനായിട്ട് അവസാനിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇനി ഉണ്ടാവരുത്. ഹാപ്പി ആയിരിക്കും എല്ലാവരും. ഓക്കെ, സോ സൈൻ ഔട്ട് വേണമെന്ന് സൈൻ ഔട്ട് പറയുന്നുണ്ടോ? ഓക്കെ, സൈൻ ഔട്ട് പറയും. Dear Allah, thank you for today's class and for helping us learn. Bless our teachers, friends, and parents. Keep us safe, healthy, and happy until we meet again. Thanks for the class. Logging out now. See you all next time. Bye. Leaving now. Have a great day. Amin. Thank you. Okay. So thank you. Thank you, പറയൂ. Thank you, ma'am. Thank you, ma'am. Okay, thank you. See you next class. Okay, bye. Okay, ma'am.